From balance sheet to ascertain the financial position. No formal capital as in the case of a trading concern, but it may have capital fund. ഇപ്പോൾ നമുക്ക് എന്താണ് ഫോർമൽ ഒരു ക്യാപിറ്റൽ ഉണ്ടാവണമെന്നില്ല ഈ നോർമൽ കൊമേഴ്ഷ്യൽ ബിസിനസിന്റെ പോലെ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഒരു ക്യാപിറ്റൽ ഫണ്ട് അറൈസ് ചെയ്യുന്നു. To ascertain the financial position. നമ്മൾ കൊമേഴ്ഷ്യൽ കാര്യത്തിലും പഠിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ആ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തിനു വേണ്ടി തന്നെയാണ്? ആ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെയും ലയബിലിറ്റീസും അസറ്റ്സും മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട്, എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റീസ് ഈസ് കാൾഡ് ക്യാപിറ്റൽ ഫണ്ട്. അതായത് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ചില്ല. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ആപ്ലിക്കബിലിറ്റി ആണ് ഇവിടെ വരുന്നത്. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? ഒരു ഫോർമൽ ക്യാപിറ്റൽ വേണമെന്നില്ല, അല്ലെ ക്വസ്റ്റ്യനിൽ തരണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ ഒരു ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നു. അപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും? അസറ്റും ഉണ്ടായിരിക്കും, ലയബിലിറ്റീസും ഉണ്ടായിരിക്കും. അസറ്റും ലയബിലിറ്റീസും എഴുതിക്കൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് കിട്ടിയത് പ്രീപെയ്ഡ് അല്ലേ? ലയബിലിറ്റി ആയിരുന്നു. അത് എഴുതി നമ്മൾ ബാലൻസ് അസറ്റ് സൈഡിലെ ടോട്ടൽ എടുക്കുന്നു. ലയബിലിറ്റീസ് ഇത്രയുണ്ട്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ക്യാപിറ്റൽ ഫണ്ട് ആയിരിക്കണം. സർപ്ലസ് എടുക്കുന്നു. Fund raised for specific purposes are shown separately on the liability side. അതായത് നമ്മളൊരു പ്രത്യേക ആവശ്യം പറഞ്ഞുകൊണ്ട് റേസ് ചെയ്യുന്ന ഫണ്ട്, ഇപ്പം നമുക്ക് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് എടുക്കുന്നു? ഡൊണേഷൻ കിട്ടുന്നു. അങ്ങനെ സ്പെസിഫിക് പർപ്പസ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ എടുക്കണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് എടുക്കണം. കാരണം നമ്മളിനി ആ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യണ്ടേ. അപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഒരു ലയബിലിറ്റി ആയില്ലേ അത്? ഞാനൊരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എന്ത് എടുക്കുകയാണ്? ഡൊണേഷൻ വാങ്ങുകയാണ്. അപ്പോൾ ആ ഡൊണേഷൻ എന്തായിട്ട് കാണിക്കുന്നു? ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നു. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. എങ്ങനെ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ ഫണ്ട് അറ്റ് ദ ബിഗിനിങ്. ഇപ്പൊ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് തരില്ല? ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര ഉണ്ടെന്ന് തരില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യാപിറ്റൽ ബിഗിനിങ്ങിൽ എത്ര ക്യാപിറ്റൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അൺലെസ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ. അതായത് ഒരു പുതുതായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളെങ്കിൽ എന്ത് വരില്ല? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടി വരില്ല. പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കാം? തൊട്ട് മുമ്പുള്ള വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങോ അതിൻ്റെ ഏതെങ്കിലും അസറ്റ് ഐറ്റമോ ഒക്കെ തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്നുള്ള ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അസറ്റ് എടുക്കുന്നു, ലയബിലിറ്റി എടുക്കുന്നു. വ്യത്യാസം എന്തായിരിക്കും? അതിൻ്റെ ക്യാപിറ്റൽ ഫണ്ട് ആയിരിക്കും. ഫോർ ദിസ് an opening balance sheet is prepared. The difference between asset and liabilities shown capital fund in the beginning. അപ്പോൾ മിക്കവാറും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. എന്താണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്? പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? മുൻ വർഷത്തെ എന്തൊക്കെ ഐറ്റംസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആ ക്യാപിറ്റൽ ഫണ്ട്, നമുക്ക് ഓപ്പണിംഗിൽ എത്ര ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട്. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് കിട്ടിയില്ലേ? അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? സർപ്ലസ് ആണെങ്കിൽ സർപ്ലസ് ആഡ് ചെയ്യുക. ഇൻ കേസ് ഡെഫിസിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെഫിസിറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് ലെസ് ചെയ്യുക. അഡ്ജസ്റ്റ് ദ ക്യാപിറ്റൽ ഫണ്ട് വിത്ത് ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് ആൾസോ അഡ്ജസ്റ്റ് ദ ഐറ്റംസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. ആ വർഷം വേറെ ക്യാപിറ്റൽ ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെടുക്കുക? ബാലൻസ് ഷീറ്റിൽ തന്നെ കൺസിഡർ ചെയ്യുക. Bring forward previous year's liabilities if they are still outstanding. അതായത് നേരത്തെ എന്തുണ്ടായിരുന്നു? നമ്മൾ പർച്ചേസ് ചെയ്തപ്പം ക്രെഡിറ്റ് പർച്ചേസ് ആണ് നടത്തിയത്. കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു. ആ ബാലൻസ് ഇതുവരെ കൊടുത്തു തീർന്നിട്ടില്ല, കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വർഷത്തെ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് കാണിക്കണം? ആ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പം സാലറി കൊടുക്കാനുണ്ടായിരുന്നു, അത് ഈ വർഷമായപ്പോഴും കൊടുത്തില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം? ലയബിലിറ്റി ആയിട്ട് തന്നെ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോഴും എടുക്കണം. ഷോ ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു?
ക്യാഷിന്റെ അല്ലെങ്കിൽ ബാങ്കിന്റെ ബാലൻസ് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്താണ് ആ വർഷത്തെ ക്യാഷിന്റെ അല്ലെങ്കിൽ ബാങ്കിന്റെ ക്ലോസിംഗ് ആണ്, അത് എന്തായിട്ട് കാണിക്കണം, അസറ്റ് ആയിട്ട് കാണിക്കണം. ഇപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, സർപ്ലസ് കിട്ടിയില്ലേ. ആ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കിട്ടി, അത് നമ്മൾ എവിടെ എടുത്തു, ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ചെയ്തു. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്യാഷിന്റെ ബാലൻസ് കിട്ടുന്നു, അത് അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അസറ്റ്സ്. ഇനി എന്തൊക്കെയാണ് അസറ്റിന് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. അപ്പം അസറ്റ് വിച്ച് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ ബുക്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ഷുഡ് ബി അഡ്ജസ്റ്റഡ് ഫോർ അഡിഷൻസ് ആൻഡ് ഡിസ്പോസൽ ഇഫ് എനി ആൻഡ് ആൾസോ ഫോർ എനി ഡിപ്രിസിയേഷൻ ചാർജ്ഡ് ഓൺ സച്ച് അസറ്റ്സ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് ഒന്നുകിൽ ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആയിരിക്കാം, അത് കഴിഞ്ഞ് കുറേ അഡ്ജസ്റ്റ്മെന്റ് തരും. ആ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയ സമയത്ത് നമുക്കൊരു അസറ്റിന് എമൗണ്ട് ഉണ്ടായിരുന്നു, ആ വർഷം എന്തൊക്കെ നടന്നു, അസറ്റ് വാങ്ങി, അതുപോലെ തന്നെ സെയില് നടക്കാം, പിന്നെ അതിന് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം, ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അത് ഇത്രയും കഴിഞ്ഞിട്ടായിരിക്കണം ആ വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കിയേ, ഫർണിച്ചർ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടായിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു അഡീഷണൽ ഫർണിച്ചർ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ അഡീഷണൽ ഫർണിച്ചർ കൺസിഡർ ചെയ്യുന്നു, ക്ലോസിംഗ് ബാലൻസ് എഴുതുന്നു. അതുപോലെ ഷോ ദ ന്യൂ അസറ്റ്സ് അക്വയർഡ് ഇഫ് എനി ഡ്യൂറിങ് ദ ഇയർ. ഇപ്പം നമ്മൾ ഈ വർഷം പുതുതായിട്ട് ഏതെങ്കിലും അസറ്റ് അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് അഡ്ജസ്റ്റ്മെന്റിൽ കാണും, അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിൽ തന്നിട്ടുണ്ടായിരിക്കും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നുള്ളത്. അത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇത് അഡീഷണൽ ആയിട്ട് വന്നതാണ്, അതുകൊണ്ട് നമ്മൾ എന്തെടുത്തു, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞൊരു 10,000 കാണിച്ചു. ദിസ് ക്യാൻ ബി ട്രേസ്ഡ് ഔട്ട് ഫ്രം ദ പേയ്മെന്റ് സൈഡ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. കേട്ടോ, നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ നിന്ന് ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, അസറ്റ് സൈഡിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിട്ട് കാണിച്ചേക്കുന്നത്. അതുപോലെ ഷോ ഫ്രഷ് ലയബിലിറ്റീസ് ഇഫ് എനി. അതുപോലെ ഏതെങ്കിലും ലയബിലിറ്റി, പുതിയ ലയബിലിറ്റി, ഇത് എക്സിസ്റ്റിംഗ് അല്ലാതെ ആ വർഷം ഇൻകർ ആയിട്ടുള്ള ലയബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഇവിടെ നോക്കിയേ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിലെ ബാങ്കിൽ നിന്ന് നമ്മൾ കടം എടുത്തിട്ടുണ്ട് 20,000. അവിടെ നോക്കിയേ, ഫ്രഷ് ലയബിലിറ്റീസ് ഇഫ് എനി ഇൻകേർഡ് ഡ്യൂറിംഗ് ദ ഇയർ ഷുഡ് ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ്. ഫ്രഷ് ലയബിലിറ്റി എന്തെങ്കിലും ഇൻകർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് കാണിക്കണം, തീർച്ചയായിട്ടും അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം, കമ്പൽസറി കാണിക്കണം. ഷുഡ് ബി ഷോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കമ്പൽസറി നമ്മളത് കാണിക്കണം. ഷോൺ ദ ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്സ്, ഇൻകം അക്രൂഡ്, എക്സ്പെൻസ് പ്രീപെയ്ഡ് എക്സെട്ര ഷുഡ് ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ്. ഇപ്പോൾ നമുക്കറിയാലോ ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ് എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് ഇൻകം അക്രൂ ആയിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല, അതെന്താണ്, അസറ്റാണ്. അതുപോലെ നമ്മളൊരു എക്സ്പെൻസ് പ്രീപെയ്ഡ് എന്ന എന്താണ്, എക്സ്പെൻസ് ഇൻകർ ആയിട്ടില്ല, അതായത് ഇപ്പോൾ സാലറി അഡ്വാൻസ് കൊടുത്തു അല്ലെങ്കിൽ റെന്റ് അഡ്വാൻസ് പേ ചെയ്തു, പക്ഷെ നമ്മൾ ആ ബിൽഡിങ് അടുത്ത മാസം യൂസ് ചെയ്യുമ്പോഴേ അതിൻ്റെ റെന്റ് അക്രൂ ആകുകയുള്ളൂ, അല്ലെങ്കിൽ അടുത്ത മാസം ജോലി ചെയ്താലേ അയാൾക്ക് ആ സാലറി കൊടുക്കേണ്ടിയിരുന്നുള്ളൂ, പക്ഷെ നമ്മളത് മുൻകൂട്ടി കൊടുത്തു, അത് നമ്മൾ എന്താണ്, അസറ്റാണ്. അത് കമ്മീഷൻ അക്രൂഡ്, ഇൻഷുറൻസ് പ്രീപെയ്ഡ്, ഇതൊരു എക്സാമ്പിൾ ആണ് നമ്മൾ അസറ്റ് സൈഡ് കൺസിഡർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഷോ ദ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ്. ഇവിടെ നോക്കിയേ, റെന്റ് കൊടുക്കാനുണ്ടായിരുന്നു, അത് ഔട്ട്സ്റ്റാൻഡിങ് ആയി, കൊടുത്തില്ല, എന്ത് ചെയ്യുന്നു, ലയബിലിറ്റി കാണിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഒരു ഇൻകം ആണ് സബ്സ്ക്രിപ്ഷൻ, ആ ഇൻകം നമുക്ക് എന്തായിട്ട് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തേക്കുന്നു, അത് നമുക്ക് എന്താണ്, ലയബിലിറ്റി ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എക്സെട്ര ഷുഡ് ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ്. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് ആണ്, അറിയാലോ. ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട്, ബാലൻസ് ഷീറ്റ് അസോൺ, ഡേറ്റ് കൊടുക്കുക, ക്യാപിറ്റൽ ഫണ്ട്, ഓപ്പണിംഗ് ബാലൻസ്, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇത്രയാണ്. ഇപ്പൊ നമ്മളിത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തതയോടെ ചെയ്യാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ തിയററ്റിക്കലി പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ലോജിക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ട് നോൺ പ്രോഫിറ്റ് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ വളരെ ഒരുപാട് സമയമൊന്നും പോകാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ പ്രോബ്ലം ചെയ്ത് മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റുന്ന പോർഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും ഈ തിയറി പോർഷൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിൽ വരുന്നത്, എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്, എന്തൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരുന്നത്, അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെയാണ്, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ്.